കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കെ. സുധാകരൻ എം.പി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് കണ്ട് ഇക്കാര്യം ഉന്നയിച്ചു. പ്രതിപക്ഷ മുന്നേറ്റത്തിന് തറയൊരുക്കിയത് കെ.സി. ആണെന്നാണ് സുധാകരന്റെ വാദം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ തെറ്റില്ല എന്ന് കെ. സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ചർച്ച നടക്കട്ടെ എന്നും അതിന് എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ എം.കെ. രാഘവൻ വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നും കെ. സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും ചർച്ച നടത്താം. അതിൽ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള ചർച്ച ഗുണകരമല്ല എന്നും എം.കെ. രാഘവന്റെ അഭിപ്രായം വ്യക്തിപരമാണ് എന്നും പറഞ്ഞു. അതിനോട് പ്രതികരിക്കാനില്ല. ഫലം വരുന്നതിന് മുമ്പുള്ള ചർച്ചകൾ ദോഷം ചെയ്യില്ല. എംപിമാർക്ക് മത്സരിക്കാൻ അവസരം നൽകാതിരിക്കാൻ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദമുണ്ടായിട്ടില്ല. എംപിമാർ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എംപിമാരെ മത്സരിപ്പിക്കാതിരിക്കാൻ ഇടപെടൽ നടത്തിയതായി എനിക്കറിയില്ല എന്നും എം.കെ. രാഘവൻ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും മുഖ്യമന്ത്രി പദവിയിൽ തീരുമാനമാകുന്നതും വരെ ചർച്ച നടക്കുമെന്നും കോൺഗ്രസിന്റെ രീതി ഇത് തന്നെയാണെന്നും കെ. സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കെതിരെ എം.കെ. രാഘവൻ എം.പി. കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്തരം ചർച്ചകൾ സജീവമായിട്ട് നിലനിൽക്കുന്നതും നേതാക്കൾ പരസ്പരം പൊട്ടിത്തെറിക്കുന്നതും പാർട്ടിയുടെ നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും ഗുണകരമല്ല എന്നായിരുന്നു എം.കെ. രാഘവന്റെ അഭിപ്രായം. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ മുസ്ലിം ലീഗ് അതൃപ്തി പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഉചിതമായിട്ടുള്ള രീതിയിലല്ല എന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഭൂരിപക്ഷം ലഭിക്കണം. പരസ്യ പ്രസ്താവന നടത്തുന്ന നേതാക്കൾ ശ്രദ്ധിക്കണം. പാർട്ടി പ്രവർത്തകരെ നിരാശരാക്കുന്ന നടപടി ഉണ്ടാകരുത് എന്നും PM.A. സലാം വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവ് MP അനിൽകുമാറിന്റെ പാണക്കാട് സന്ദർശനത്തിലും ലീഗ് അതൃപ്തി രേഖപ്പെടുത്തി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിലേക്ക് പാണക്കാടിനെ വലിച്ചിഴക്കരുത് എന്നാണ് ലീഗ് പറയുന്നത്.